ഹലോ ഫ്രണ്ട്സ്, മൈ യൂട്യൂബ് ചാനൽ ചാന്ദിനി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ അടുക്കളയൊന്നും വൃത്തിയാക്കിയിട്ടില്ല. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പയ്യെ എല്ലാ ജോലികളും തീർക്കുവാണ്. അതിൻ്റെ ഇടയിൽ എനിക്കിത്തിരി അച്ചാറുണ്ടാക്കണമെന്ന് തോന്നി. ഞാൻ ജാതിക്കയുടെ തൊണ്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ അച്ചാറുണ്ടാക്കാൻ പോണത് കേട്ടോ. ഈ തൊണ്ട് കണ്ടോ, ഇന്നലെ കാറ്റത്ത് നല്ലോണം കുറേയൊക്കെ വീണ് ഇതിൻ്റെ തൊണ്ടൊക്കെ ചെത്തി അരിഞ്ഞ് ഉപ്പ് പുരട്ടി വെച്ചിരിക്കുകയാണ് ഞാൻ കേട്ടോ. കാറ്റ് ഇന്നലെ ഉണ്ടായിരുന്നു, അപ്പോൾ കുറേ വീണുവിടാം. അപ്പം ഞാൻ ഈ തൊണ്ട് കളയാറില്ല. തൊണ്ട് ഞാൻ അച്ചാറിട്ട് വയ്ക്കും. ഉപ്പൊക്കെ പുരട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി ഇതൊന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പം നമുക്കൊന്ന് സ്റ്റൗ കത്തിക്കാം കേട്ടോ. ചട്ടി ഒന്ന് ചൂടായിക്കോട്ടെ കേട്ടോ, ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം ഞാനിതിന് പവിത്രം നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അച്ചാറുണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് ചട്ടി ചൂടായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒന്നും ഒതുക്കി വെച്ചിട്ടില്ല, എല്ലാം നിരത്തി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ഒന്നും തോന്നരുത് കേട്ടോ ആർക്കും. ഞായറാഴ്ച ആയതുകൊണ്ട് പയ്യെ എല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുക. അപ്പം അതിൻ്റെ ഇടയിലാണ് ഈ അച്ചാറിൻ്റെ കാര്യം ഓർത്തത്. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ട് കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിക്കോട്ടെ കേട്ടോ. ചൂടാകുമ്പോഴേക്ക് നമുക്കൊന്ന് അപ്പം ഞാൻ അതിന് വേണ്ടി വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് കടുക് പൊട്ടി കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ 2 ഉലുവയും കൂടി ഇട്ട് കൊടുക്കണം. ഞാൻ ഉലുവപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ 2 ഉലുവയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 2-3 എണ്ണം മതി കേട്ടോ. കടുകെല്ലാം പൊട്ടി വരുന്നുണ്ട്. തീ ഒന്ന് കുറച്ച് വെക്കാം കേട്ടോ. കടുക് പൊട്ടിയിട്ടുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. നല്ലോണം വഴന്ന് വരട്ടെ. ഇപ്പം ഇതിലേക്കുള്ള മുളകൊക്കെ എടുത്ത് കൊടുക്കാം. ഒന്ന് വഴന്ന് വന്നോട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വഴന്ന് വരുന്നുണ്ട്. ഞാൻ അതിലേക്ക് ഇടാനായിട്ടൊരു 3 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചൂടായി വഴന്ന് വരുമ്പോഴേക്കും ഇതിട്ട് കൊടുക്കാം. നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതൊന്നും മുരിഞ്ഞില്ലെങ്കിൽ ബ്രൗൺ കളറാകണം, അല്ലെങ്കിൽ അച്ചാർ ചീത്തയായി പോകും. അച്ചാർ പാടയൊക്കെ ഉണ്ടാവും അതിൻ്റെ മുകളിൽ. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടി വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ നല്ലോണം മൊരിയണം. അപ്പോൾ ഇതെല്ലാം മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. അച്ചാർ പൊടി അരിഞ്ഞ് വെച്ച ഇതിട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം കേട്ടോ.
ഇതിൽ ഇച്ചിരി കറിവേപ്പില ഇടണം നല്ലതായിരുന്നു, പക്ഷെ കറിവേപ്പില ഇല്ല. ഞാൻ മുളക് കുറച്ചാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇവിടെ എരിവൊന്നും അധികം വേണ്ട, അതുകൊണ്ട് എരിവ് കുറച്ചാണ് ഞാൻ എടുത്തേക്കുന്നത്. ആവശ്യത്തിന് കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് വഴന്നോട്ടെ കേട്ടോ. അപ്പോഴേക്കും ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏതാണ്ട് അച്ചാർ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കായ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അച്ചാറിന് എല്ലാ കറികൾക്കും ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പൊടി വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഉലുവയും അരിയും കൂടി വറുത്തതാണിത്, കറിവേപ്പില എല്ലാം കൂടി വറുത്തതാണ്. അപ്പോൾ ഒരു നുള്ളി ഇതിട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും അച്ചാറിന് കേട്ടോ. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കേണ്ടി വരും. ഉപ്പ് പിടിച്ചു വരുമ്പോൾ ഇനിയും കുറഞ്ഞു പോകും ഉപ്പ് ഇട്ടാൽ. ഇത്തിരി ഇട്ട് കൊടുക്കണം നമ്മൾ, കൂടിയാലും അകത്തണം. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ് കേട്ടോ. അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി ആറുമ്പോൾ നമുക്ക് കുപ്പിയിലേക്ക് പകർത്തണം. അപ്പം ജാതിക്കയുടെ തൊണ്ട അച്ചാർ ഉണ്ടല്ലോ. അപ്പം ഞാനിത് ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഞാൻ ഇതിന് മുമ്പ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇത് കണ്ടില്ല, അരിഞ്ഞ് ഉപ്പിലൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. ആർക്കെങ്കിലും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. എന്തിനാ ഇതൊക്കെ കളയണ വെറുതെ. അപ്പം ആർക്കെങ്കിലും ചോദിക്കുമ്പോൾ ഞാൻ കൊടുക്കും ഇത്. പിന്നെ ഉച്ചക്കലത്തെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ സ്റ്റവ് ഓഫ് ആക്കുവാണ് കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ മാമ്പഴപ്പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞായറാഴ്ച ദിവസം ഇങ്ങനെയൊക്കെ കറികളൊക്കെ കുറേ ഉണ്ടാക്കുള്ളൂ. ഞാനൊരു ചെറിയ ക്ലീനിങ്ങിന് പോകുന്നുണ്ട് ജോലിക്ക്. അപ്പം അത് കാരണം രാവിലെ എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കിയിട്ടേ ഞാൻ പോകാറുള്ളൂ കേട്ടോ, എൻ്റെ ചേട്ടന് വേണ്ടിയിട്ട്. അപ്പം ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടോ, എല്ലാം റെഡിയാക്കി വെച്ച്. എങ്ങനെയാണ് മീൻകറി ഉണ്ട്, കുറച്ച് മീൻ ചെറിയ ചാളയാണ് കറി വെച്ച് വെച്ചിരിക്കുകയാണ് ഞാൻ. എന്താ പിന്നെ പയറുലത്തിയതുണ്ട്. ഞായറാഴ്ച മാത്രമേ ഉള്ളൂ ഇത്രയും കറിയായിട്ട് കേട്ടോ. എനിക്കിത്തിരി മീൻ കറിയൊക്കെ കൂട്ടിയില്ലെങ്കിൽ വിഷമോ. അതിൻ്റെ ഇടയ്ക്ക് ഒരു മുളക് ചമ്മന്തിയും കൂടി ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ. ഇതെൻ്റെ ഫേവറേറ്റാണ്. ഇത്രയാണ് എൻ്റെ കാര്യങ്ങൾ. ഞായറാഴ്ച ദിവസം മാത്രം ഇത്രയും കറി ഉണ്ടാക്കുള്ളൂ, അല്ലെങ്കിൽ ഈ ഒരു കറി മാത്രമേ ഉണ്ടാക്കൂ. അപ്പം എൻ്റെ അച്ചാറൊക്കെ കണ്ടല്ലോ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തിയാൽ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. എന്നെ സഹായിക്കാൻ അതാണ് എളുപ്പം. അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും ബൈ.